എല്ലാവർക്കും ഓപ്ഷൻ ബയേഴ്സ് ക്ലബിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ട്രേഡ്രോൺ ഏറ്റവും എന്ന സീരീസിൽ പല കീവേഡ്സ്, സ്ട്രാറ്റജി ക്രിയേഷൻ, ഇൻഡിക്കേറ്റേഴ്സ്, അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഇന്നത്തെ ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ സെൻട്രൽ പിവോട്ട് റേഞ്ചിനെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സെൻട്രൽ പിവോട്ട് റേഞ്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യണേ, അല്ലെങ്കിൽ അത് വെച്ചിട്ട് എങ്ങനെ നമുക്ക് സ്ട്രാറ്റജി അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ അതായത് എങ്ങനെ അത് യൂസ് ചെയ്യാം, ഒരു ചാർട്ടിൽ പ്രൈസ് ആക്ഷനെ എങ്ങനെ യൂസ് ചെയ്യാം, പിന്നെ അതിൻ്റെ പാരാമീറ്റേഴ്സ് എന്താണ്, ബേസിക്കലി ബോട്ടം സെൻട്രൽ, ടോപ്പ് സെൻട്രൽ, പിന്നെ പിവോട്ട്, പിന്നെ അതിൻ്റെ CPR കുറിച്ചുള്ള കുറച്ച് ടെക്നിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ ടെക്നിക്കൽ അനാലിസിസ് എന്നുള്ള പ്ലേലിസ്റ്റിൽ അത് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ സെൻട്രൽ പിവോട്ട് റേഞ്ച് വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ വളരെ കൂടുതലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ഏതൊരു മാർക്കറ്റിലും നല്ലപോലെ വർക്ക് ചെയ്യണ ഒരു ഇൻഡിക്കേറ്ററാണ് സെൻട്രൽ പിവോട്ട് റേഞ്ച് അല്ലെങ്കിൽ CPR. അപ്പോൾ ഇന്ന് നമുക്ക് സെൻട്രൽ പിവോട്ട് റേഞ്ച് ഞാൻ ഇനി വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷേ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കറിയാം, ഒരു CPR നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ, ഒരു ചാർട്ടിൽ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കതിലൊരു പിവട്ട് ഉണ്ട്. അതാണ് സെൻട്രലിലുള്ള ഒരു പിവട്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ടോപ്പിലൊരു പിവട്ട് ഉണ്ട്, അതുപോലെ തന്നെ ബോട്ടത്തിലൊരു പിവട്ട് ഉണ്ട്. അപ്പോൾ ഈ ഒരു സെൻട്രൽ പിവട്ടും ടോപ്പ് സെൻട്രലും ബോട്ടം സെൻട്രലും അടക്കി ഈ റേഞ്ചിനെയാണ് നമ്മൾ സെൻട്രൽ പിവോട്ട് റേഞ്ച് എന്ന് പറഞ്ഞിട്ട് CPR എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യാറ്, യൂസ് ചെയ്യാറ് പ്രൈസ് ആക്ഷൻ ട്രേഡിങ്ങിൽ. പലപ്പോഴും ഈ ഒരു CPR റേഞ്ചിലോട്ട് വന്നിട്ട് അവിടെ സപ്പോർട്ട് എടുത്ത് റിവേഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ പുൾ ബാക്ക്, അല്ലെങ്കിൽ ആ സെൻട്രൽ പിവോട്ട് റേഞ്ച് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ബ്രേക്ക് ഔട്ട്, അങ്ങനെ പല സ്ട്രാറ്റജീസും വരാറുണ്ട്, അല്ലെങ്കിൽ പല സ്ട്രാറ്റജീസ് നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന സ്ട്രാറ്റജീസ് ഉണ്ട്. നമ്മളിപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമുക്കൊരു ട്രേഡ്രോണിൽ നമ്മുടെ സ്ട്രാറ്റജി ക്രിയേഷൻ്റെ സമയത്ത് നമുക്ക് എങ്ങനെ സെൻട്രൽ പിവോട്ട് റേഞ്ച് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യാം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സെൻട്രൽ പിവോട്ട് റേഞ്ച് നമുക്ക് പ്ലോട്ട് ചെയ്യാം. നമ്മുടെ ഒരു 3-4 വാല്യൂസ് വെച്ചിട്ടാണ് പ്ലോട്ട് ചെയ്യാമെന്നൊക്കെ, 3 വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ പ്ലോട്ട് ചെയ്യാമെന്നൊക്കെ നമ്മൾ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഹൈ ലോ ക്ലോസ് അങ്ങനെ എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുള്ള പോർഷൻ നമ്മൾ പഴയ വീഡിയോയിൽ അല്ലെങ്കിൽ പ്രീവിയസ് വീഡിയോയിൽ നമ്മളത് കവർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഈ ഒരു കീവേഡ് എങ്ങനെ ട്രേഡ്രോൺ സ്ട്രാറ്റജി ക്രിയേഷനിൽ യൂസ് ചെയ്യാൻ നമുക്കൊന്ന് നോക്കാം. നമ്മളൊരു സെറ്റ് കണ്ടീഷൻ തന്നെ, ഇതിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്. നിങ്ങളെപ്പോഴും ഒരു ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എക്സാമ്പിൾ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ബിൽഡറിൽ വന്നിട്ട് നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്യേണ്ട പോലെ തന്നെ നമ്മൾ പൊസിഷൻ കീവേഡാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഈ പൊസിഷൻ കീവേഡിൽ നമ്മൾ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഡേ ക്യാൻഡിലാണല്ലേ ആണെങ്കിൽ നമ്മൾ ടുഡേയ്സ് പൊസിഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുമ്പോൾ ഇന്നത്തെ ക്യാൻഡിൽ, അതായത് നമ്മളിപ്പോൾ സെൻട്രൽ പിവോട്ട് റേഞ്ചിൻ്റെ ഡിസ്കഷൻ ആയതുകൊണ്ട് തന്നെ ഈ സെൻട്രൽ പിവോട്ട് റേഞ്ച് എന്ന് പറഞ്ഞത് പ്രീവിയസ് ഡേനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എടുത്ത ഒരു വാല്യൂസാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് അങ്ങനെ ഇപ്പോൾ ഈ പ്രീവിയസ് ഡേനെ ബേസ് ചെയ്തിട്ടാണ് ആ കാൽക്കുലേഷൻ വരണമെങ്കിൽ നമുക്ക് ഈ പൊസിഷനിൽ 0 സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി പ്രീവിയസ് ഡേ ആണ് നമ്മൾ നോക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ -1 നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ആ പൊസിഷൻ നമ്മൾ 0 സെലക്ട് ചെയ്തു. ഇനി സീരീസിൻ്റെ അകത്ത് പോയിട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്ന വേർഡാണ് സെൻട്രൽ പിവട്ട് റേഞ്ച്. അപ്പോൾ ഈ സെൻട്രൽ പിവട്ട് റേഞ്ച് നമ്മളിവിടെ കീവേഡായിട്ട് നമ്മൾ സെലക്ട് ചെയ്തു. ഇനി ഈ സെൻട്രൽ പിവട്ട് റേഞ്ചിൻ്റെ ഓപ്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു ഇവിടെ ഒരു സെൻട്രൽ പിവട്ട് റേഞ്ചിൽ ഒരു ടോപ്പ് സെൻട്രലുണ്ട്, സെൻട്രൽ പിവട്ട് ഉണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ ബോട്ടം സെൻട്രലുണ്ട്. അപ്പോൾ ഇതാണ് ഈ റേഞ്ച്, ഇതിൻ്റെ അകത്താണ് ഈ റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ. അപ്പോൾ നമ്മുടെ ആദ്യം നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് നെയിം, അപ്പോൾ നമ്മൾ ബാങ്ക് നിഫ്റ്റിയോ അല്ലെങ്കിൽ നിഫ്റ്റിയോ എന്താണെങ്കിലും നിങ്ങൾക്ക് ഏതാണെങ്കിൽ സെലക്ട് ചെയ്യാം. ഞാൻ ഫസ്റ്റ് ഫോർ എക്സാമ്പിൾ ഞാൻ ഇൻസ്ട്രുമെൻറ്റ് നെയിമായിട്ട് സെലക്ട് ചെയ്തു. നമുക്ക് വേണമെങ്കിൽ നിഫ്റ്റി ബാങ്കിൻ്റെ സ്പോട്ടിൽ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ വാല്യൂ, ഈ വാല്യൂ എന്ന് പറയുന്നത് സെൻട്രൽ പിവോട്ട് റേഞ്ചിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്
മൂന്ന് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് ഇതിൽ. ഒന്ന് നമ്മുടെ പിവട്ട്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ റേഞ്ചിൻ്റെ അകത്ത് സെൻട്രൽ വാല്യൂവിനെയാണ് നമ്മളിവിടെ പിവട്ട് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ടോപ്പ് സെൻട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലത്തെ വാല്യൂ, ബോട്ടം സെൻട്രൽ എന്ന് വെച്ചാൽ BC, അത് അതിൻ്റെ താഴത്തെ. അപ്പോൾ ഈ റേഞ്ചിലുള്ള 3 വാല്യൂസാണ് നമുക്ക് ഇവിടെ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്നത്. ഞാൻ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ടോപ്പ് സെൻട്രൽ വേണമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രാറ്റജി ബേസ്ഡാണ് നിങ്ങളത് ചെയ്യേണ്ടത്. ഞാൻ സെലക്ട് ചെയ്തിട്ടു. ഇനി നമുക്ക് പോകേണ്ടത് വെച്ചാൽ ഇപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് നെയിം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഏത് ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് പറയണം. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ബാങ്ക് നിഫ്റ്റി സ്പോട്ട് ആണെങ്കിൽ നിങ്ങൾ NFO സെലക്ട് ചെയ്യണു, ഇവിടെ നിഫ്റ്റി ബാങ്ക് സെലക്ട് ചെയ്യണു. സോറി, നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു സെൻട്രൽ പിവട്ട് റേഞ്ചിലെ ആ ഒരു ടോപ്പ് സെൻട്രലിൻ്റെ വാല്യൂ ആണ് നമ്മളിവിടെ ഇവിടെ ഈ കണ്ടീഷൻ ബ്ലോക്ക് വെച്ചിട്ട് നമ്മൾ റിട്രീവ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഈ ഒരു വാല്യൂ നമുക്ക് ഒരു ക്യാൻഡിലായിട്ട് നമുക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസ് ആയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഹൈ വാല്യൂ ആയിട്ടോ അതിൻ്റെ ലോ വാല്യൂ ആയിട്ടോ അത് നിങ്ങളുടെ ഒരു സ്ട്രാറ്റജിനെ ബേസ്ഡ് ആണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സെൻട്രൽ പിവട്ട് ഇത് ടോപ്പ് സെൻട്രൽ അല്ലെങ്കിൽ ഈ പിവട്ട് വാല്യൂവിൽ അല്ലെങ്കിൽ നമ്മുടെ ബോട്ടം സെൻട്രലിൽ ഇപ്പോൾ ഈ ഒരു 3 വാല്യൂസിൽ ടച്ച് ചെയ്യണ ക്യാൻഡിലിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ കണ്ടീഷനിൽ കൊണ്ടുവരാം. ഇപ്പോൾ നിങ്ങൾക്ക് പറയുകയാണ്, ഇപ്പോൾ ഈ ഒരു ക്യാൻഡിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഓപ്പൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ സെൻട്രൽ പിവട്ട് റേഞ്ചിൻ്റെ സെൻട്രൽ പിവട്ട് റേഞ്ചിലെ ടോപ്പ് സെൻട്രലിൻ്റെ മുകളിലാണ് അതിൻ്റെ ഓപ്പൺ. അതിൻ്റെ ക്ലോസ് എന്ന് പറയുന്നത് ഈ TCയുടെ അടിയിലാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളൊരു ക്യാൻഡിലായിട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പ് സെൻട്രലിൻ്റെ മുകളിൽ ഓപ്പൺ, ക്ലോസ് അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യണമെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ എപ്പോഴും ഞങ്ങളിത് സ്ട്രാറ്റജി ആയിട്ട് പറയുന്നതല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഈ ബോട്ടം സെൻട്രലിനൊക്കെ ബ്രേക്ക് ചെയ്ത് കിടക്കുകയാണെങ്കിലാണ് ചിലപ്പോൾ കൂടുതൽ കൺഫർമേഷൻ ഉണ്ടാവുക. പക്ഷേ ഇങ്ങനൊരു ഞാൻ എക്സാമ്പിളായിട്ട് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു ക്യാൻഡിലിനെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ക്യാൻഡിലിൻ്റെ OHLC, അതായത് ഓപ്പൺ ഹൈ ലോ ക്ലോസ് വാല്യൂസ്, അല്ലെങ്കിൽ ഏതാണ് നിങ്ങളുടെ ഇഷ്ടം പോലെ അത് നിങ്ങൾക്ക് ഈ ഒരു റേഞ്ചായിട്ട് അല്ലെങ്കിൽ ഈ ഒരു വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, നമ്മൾ സെൻട്രൽ പിവട്ട് റേഞ്ച് എന്താണെന്ന് അറിയാത്തവരും സെൻട്രൽ പിവട്ട് റേഞ്ച് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് അറിയാത്തവരോ അല്ലെങ്കിൽ എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് അറിയാത്തവരോ അതിൻ്റെ സ്പെസിഫിക്കേഷൻസോ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കീവേഡിൽ ഞാൻ ഈ ഒരു സ്ട്രാറ്റജി ബിൽഡറിൽ ഞാൻ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സെൻട്രൽ പിവട്ട് റേഞ്ച് എന്ന് പറഞ്ഞതിൻ്റെ 3 ഓപ്ഷൻസ്, അതായത് നമ്മൾ പിവട്ട് അല്ലെങ്കിൽ അതിൻ്റെ ബോട്ടം സെൻട്രൽ അല്ലെങ്കിൽ ടോപ്പ് സെൻട്രൽ എങ്ങനെ നിങ്ങൾക്ക് റിട്രീവ് ചെയ്യാം, അത് എങ്ങനെ ഒരു ഫ്യൂച്ചർ ചാർട്ടിനോ അല്ലെങ്കിൽ ഒരു സ്പോട്ട് ചാർട്ടിനോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോക്കിൻ്റെ ചാർട്ടിനോ എങ്ങനെ അല്ലെങ്കിൽ റിട്രീവ് ചെയ്ത് കൊണ്ടുവരാമെന്നുള്ള ഒരു ഇതാണ് ഞാൻ പറയുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു പൊസിഷനിൽ അല്ലെങ്കിൽ ഈ ഒരു CPRൻ്റെ ടോപ്പ് സെൻട്രലിൻ്റെ വാല്യൂ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ കണ്ടീഷനും വരാം. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ലോ ക്ലോസ് വാല്യൂസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊണ്ടുവരണം. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ടോപ്പ് സെൻറ്റർ പോലെ തന്നെ നിങ്ങൾക്ക് ബോട്ടം സെൻറ്ററിലും സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് പിവട്ട് പോയിന്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഈ 3 വാല്യൂസ് അല്ലെങ്കിൽ ഈ 3 ഓപ്ഷൻസ് നമ്മൾ സെൻട്രൽ പിവട്ട് റേഞ്ചിൻ്റെ നമ്മൾക്ക് റിട്രീവ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഇങ്ങനെ ഉണ്ട്. ഇത് റിട്രീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ക്യാൻഡിലിൻ്റെ ഹൈയോ ക്ലോസ് ലോ എന്നീ വാല്യൂകൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്തിട്ട് നിങ്ങളുടെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഈ സെൻട്രൽ പിവട്ട് റേഞ്ച് എന്ന കീവേഡ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ട്രേഡ്രോൺ അൽഗോ സ്ട്രാറ്റജി ക്രിയേഷനിൽ എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ള അത് ഞാൻ അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യണേ. ഇനി ഇത് വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു സ്ട്രാറ്റജി വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം, അത് വേറൊരു വീഡിയോയിൽ കാണാം. ഇത് ജസ്റ്റ് ഈ ഒരു സെൻട്രൽ പിവട്ട് റേഞ്ച് എന്നുള്ള കീവേഡിനെ പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമുള്ള ഇതിനകത്ത് ഉദ്ദേശത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ക്വറീസോ കമൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ്.